ഹലോ ഗൈസ്, അതുലാണ് സൈഡ് ഹസിലർ എന്ന്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ChatGPT കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം ChatGPT എന്തൊക്കെ ഉപയോഗിക്കുക, എങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. 5 ദിവസം കൊണ്ടാണ് 1 മില്യൺ യൂസേഴ്സ് ChatGPT ലോകം മുഴുവൻ ഉണ്ടാക്കിയത്. ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ് ക്വാളിറ്റി കൊണ്ടും അതിൻ്റെ യുണീക്നെസ് കൊണ്ടും ChatGPT മറ്റ് സെർച്ച് എഞ്ചിൻസിനെയും ആൻസർ എഞ്ചിൻസിനെയും അപേക്ഷിച്ച് വളരെയധികം മുന്നോട്ട് പോയി കഴിയുന്നു. ഡെയിലി ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ആൾക്കാരാണ് ChatGPTക്കായിട്ട് സൈനപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ChatGPT കൊണ്ട് പണം ഉണ്ടാക്കാൻ, അതായത് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ള കുറച്ച് മാർഗങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്നിപ്പോൾ. ഒന്നാമതെന്ന് പറഞ്ഞാൽ കണ്ടന്റ് റൈറ്റിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ. കണ്ടന്റ് റൈറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആർട്ടിക്കിൾസ് റൈറ്റ് ചെയ്യാം, ബ്ലോഗ് റൈറ്റ് ചെയ്യാം, നിങ്ങൾക്ക് കോപ്പി റൈറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിക്കാം. സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ഹെഡ്ലൈൻസ്, ടൈറ്റിൽസ്, പോസ്റ്റുകളൊക്കെ നമുക്ക് ChatGPTക്ക് പ്രോപ്പറായിട്ടുള്ള ഹുക്കുകൾ കൊടുത്തിട്ട് പ്രോപ്പറായിട്ടുള്ള പ്രോംപ്റ്റുകൾ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഈ സർവീസുകൾ ഫൈവറിലോ അല്ലെങ്കിൽ അപ്വർക്കിലോ നിങ്ങൾക്ക് ഈ സർവീസുകൾ ലിസ്റ്റ് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ പറ്റും. രണ്ടാമതെന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ മാനേജർ. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ തുടങ്ങിയ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാം, ഹുക്കുകൾ ക്രിയേറ്റ് ചെയ്യാം, CTA അതായത് കോൾ ടു ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാം, ഹാഷ്ടാഗ്സ് ക്രിയേറ്റ് ചെയ്യാം, ക്യാപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. സോ ChatGPT കൊണ്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരുപാടുപെട്ട എല്ലാ പർപ്പസും നിങ്ങൾക്ക് ChatGPT നിങ്ങൾക്ക് ചെയ്തു തരും. മൂന്നാമത് പറയുമ്പോൾ ബുക്കുകൾ. ഇപ്പോൾ ആമസോണിൻ്റെ KDP അറിയാമല്ലോ, കിൻഡിൽ ഡയറക്റ്റ് പബ്ലിഷിംഗ്. ChatGPT കൊണ്ട് നിങ്ങൾക്ക് ബുക്കുകൾക്ക് ആവശ്യമായ എല്ലാ കണ്ടൻറ്റും, ഇപ്പം ഒരു ബുക്കിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറഞ്ഞാൽ, ഒരു ബുക്കിൻ്റെ കണ്ടന്റ് പ്ലാൻ പറഞ്ഞാൽ ആ കണ്ടന്റ് പ്ലാൻ സ്ട്രക്ചറായിട്ട് ChatGPT ചെയ്ത് തരും. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആമസോണിലോ അല്ലെങ്കിൽ അതുപോലുള്ള ബുക്ക് ഷെയറിംഗ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ റവന്യൂ ഷെയർ നിങ്ങൾക്ക് മേടിക്കാം, അതിൻ്റെ റോയൽറ്റി ഷെയർ നിങ്ങൾക്ക് മേടിക്കാം. KDP ഫ്രീ ആണ്, കിൻഡിൽ ഡയറക്റ്റ് പബ്ലിഷിംഗ്. ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ വിർച്വൽ അസിസ്റ്റൻറ്റ്, അതായത് ഫൈവർ ആയാലും അപ്വർക്കായാലും മറ്റ് ഫ്രീലാൻസേഴ്സ് വെബ്സൈറ്റ്സ് ആയാലും, നിങ്ങളിപ്പോൾ ലാംഗ്വേജ് വെച്ചിട്ട് പോരായ്മയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ ഇപ്പം ChatGPT പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെസ്സേജിനുള്ള അല്ലെങ്കിൽ ഒരു ഇമെയിലിനുള്ള റിപ്ലൈ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമെയിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് റൈറ്റ് മീ റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമെയിലിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് അയച്ചു തരും. ഈ സർവീസ് നിങ്ങൾക്ക് ഫൈവറിലോ അപ്വർക്കിലോ വിൽക്കാം. ഒരു വിർച്വൽ അസിസ്റ്റൻ്റായിട്ട് റിമോട്ടായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും. ChatGPTയുടെ അസിസ്റ്റൻസോടെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും ChatGPT ഉപയോഗിച്ചിട്ട്. പിന്നെ ഉള്ളത് ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. അതായത് ChatGPT സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇമെയിൽ ക്യാമ്പയിൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇമെയിൽ ക്യാമ്പയിൻസിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. ഇമെയിൽ കോപ്പി എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഏതൊക്കെ പ്രത്യേക പർപ്പസിന് ഏതൊക്കെ തരത്തിലുള്ള നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ക്യാമ്പയിൻസിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇമെയിലുകൾ നിങ്ങൾക്ക് ChatGPT വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യും. ആ ഇമെയിലിനെ കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ പാരാമീറ്റേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ChatGPT നിങ്ങൾക്ക് അതേപോലത്തെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് തരും. പിന്നെ പറയാനുള്ളത് കോഡിംഗ് ആണ്. കോഡിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് കോഡിംഗ്, ഇപ്പോൾ പൈത്തൺ ആയാലും ജാവ ആയാലും എല്ലാ കോഡിങ്ങും നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ജനറേറ്റർ വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത ChatGPT നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസിക് കോഡ് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം, നിങ്ങൾക്ക് കോഡിങ്ങിലായിട്ട് ഉപയോഗപ്പെടുത്താം. പ്രോഗ്രാമിങ്ങിൻ്റെ യാതൊരു പരിചയമില്ലാതെ നിങ്ങൾക്ക് ലാൻഡിംഗ് പേജുകളും ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസും, വെബ് ആപ്ലിക്കേഷൻസും, മൊബൈൽ ആപ്ലിക്കേഷനും ഒക്കെ ChatGPT ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം അത്രയ്ക്ക് സിമ്പിളാണ് നമുക്ക് ഇൻപുട്ട്. നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് അക്കംപ്ലിഷ് ചെയ്യേണ്ടതെന്നൊരു പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഒരു നോളജ് മാത്രം മതി. ChatGPT അതിൻ്റെ കോഡ് നിങ്ങൾക്ക് തരും. പിന്നെ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ സെല്ല് ചെയ്യുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള SEO പാരാമീറ്ററാണ് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ആമസോണിൽ അപ്ലോഡ് ചെയ്യൂ, ആ പ്രോഡക്റ്റിനെ കുറിച്ച് പ്രോപ്പറായിട്ട് ഡിസ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആമസോണിലായാലും ഗൂഗിളിലായാലും നിങ്ങൾ സെർച്ചിൽ മേൽ വരില്ല, അതിൻ്റെ കൂടെ ഇമേജസ്. സോ അപ്പം ആ പ്രോഡക്റ്റിനെ കുറിച്ചൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ ChatGPT നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് അതേപോലെ തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോഡക്റ്റിൻ്റെയും ബേസിക് ഡിസ്ക്രിപ്ഷനും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനും ChatGPT കൂടെ ഈസിയായിട്ട് കിട്ടും. പിന്നെ കണ്ടന്റ് ക്രിയേഷനാണ്. ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ സർവീസോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേഷൻ സർവീസോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ സ്ക്രിപ്റ്റുകൾ, ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ഐഡിയാസ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷന്,
റിസർച്ച്, ടാഗ്സ്, അതുപോലെ തന്നെ കീവേഡ്സ്, ഷോർട്ട് ടൈം കീവേഡ്സ്, ലോങ് ടൈം കീവേഡ്സ് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലോങ് ടൈം ടെയിൽ കീവേഡ് ലിസ്റ്റ് തരാൻ പറഞ്ഞാൽ ആ ലിസ്റ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ടാഗ് ലിസ്റ്റ് തരാൻ പറഞ്ഞാൽ ടാഗ് ലിസ്റ്റ് നമുക്ക് ChatGPT നമുക്ക് തരും. അപ്പോൾ ഇതൊക്കെയാണ് ChatGPT കൊണ്ട് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഉടനെ കാണാം. ബൈ.